കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാരാധ്യനായ നേതാവുമായിരുന്ന സഖാവ് പി.കെ. വാസുദേവൻ നായരുടെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി 14/7/2024 മണ്ണാർക്കാട് വെച്ച് സംശുദ്ധ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ അഴിമതിയും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് ഒരു സെമിനാർ നടത്തുകയാണ് ഞങ്ങൾ. ആ സെമിനാറിൽ പങ്കെടുക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലനായ വാഗ്മിയും സാഹിത്യ രംഗങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും നല്ല പ്രഭാഷകനുമായ AP അഹമ്മദ് മാഷാണ്. ആ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വർത്തമാനകാലത്ത് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതൃത്വവുമെല്ലാം സൗകര്യം കിട്ടുന്നത് പോലെ ആശയങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ജനതയോട് പറഞ്ഞ പലതും വിഴുങ്ങിക്കൊണ്ട് അധികാരം എന്ന് പറയുന്നത് പണസമ്പാദനത്തിന് വേണ്ടിയുള്ള മാർഗമായി സ്വീകരിക്കുകയും ഒരു ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയ ആളുകൾ ഉൾപ്പെടെ ഇന്ന് സമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ PKVയുടെ ദിനത്തിൽ സംശുദ്ധ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ അഴിമതിയും എന്ന വിഷയം ആസ്പദമാക്കി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജീവിതത്തിൽ നല്ല കാലങ്ങൾ അത്രയും ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ജനങ്ങളുടെയും സമൂഹത്തിൻ്റെയും നാടിൻ്റെയും നന്മയ്ക്കായി അധികാരം കൈകാര്യം ചെയ്യാൻ കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തിയ പാരമ്പര്യമാണ് CPI-ക്കാരായ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള ഒരു സാഹചര്യം. അതിലേറ്റവും പ്രധാനമാണ് PKV എന്ന് പറയുന്ന മനുഷ്യൻ. സൗമ്യതയുടെയും എളിമയുടെയും രാഷ്ട്രീയ രംഗത്തെ സംശുദ്ധിയുടെയും പ്രതീകമായിരുന്നു സഖാവ് PKV. ഒരു പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞാൽ ആ സ്ഥാനം പോലും നഷ്ടപ്പെടുന്നതിൽ വല്ലാത്ത വൈമനസ്യം കാണിക്കുകയും പഞ്ചായത്ത് മെമ്പർ സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചാടി മറിയുകയും ചെയ്യുന്ന രാഷ്ട്രീയം നിലനിൽക്കുമ്പോഴാണ് പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പദം രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി രംഗത്തിറങ്ങിയത് സഖാവ് PKV. PKVയുടെ ഭരണകാലഘട്ടങ്ങളിലോ PKV കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന സന്ദർഭങ്ങളിലോ CPI എന്ന് പറയുന്ന പാർട്ടിയെ അപഗ്രഥിക്കുന്ന അല്ലെങ്കിൽ CPI എന്ന് പറയുന്ന പാർട്ടിയെ നോക്കിക്കാണുന്ന ഒരാൾക്കും CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറി തൊട്ട് മുകൾ തട്ട് വരെയുള്ള ഒരാളെപ്പോലും അഴിമതിയുടെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ കഴിയാത്ത അത്ര സംശുദ്ധമായ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് പാലക്കാട് ജില്ലയിലെ പല കോണുകളിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ ജില്ലയിൽ നയിക്കുന്ന ചില ആളുകളെ കേന്ദ്രീകരിച്ച് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. CPI എന്ന് പറയുന്ന പാർട്ടിയുടെ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകൾ കേന്ദ്രീകരിച്ച് പാലക്കാട് ജില്ലയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തീവെട്ടിക്കൊള്ളകൾ, ആ കൊള്ളയുടെ ഭാഗത്ത് ആരാണ് എന്നതിനെക്കുറിച്ച് നിഷ്പക്ഷമതിയായ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ വ്യക്തിക്ക് പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന ഒരാളുടെ പേര് ചൂണ്ടിക്കാണിക്കാനും വ്യക്തിയെ പറയാനുമുണ്ട്. അത്തരം ഒരു ജീർണിതമായ രാഷ്ട്രീയം പാലക്കാട് ജില്ലയിൽ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുപോലെയാണ് എന്ന് പറയപ്പെട്ടിരുന്ന കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിച്ചിരുന്ന ഒരു പാർട്ടിയാണ് CPI. എത്ര ചെറുതാണെങ്കിലും വലിയ അഭിമാനബോധത്തോടു കൂടി നാട്ടിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിക്ക് കളങ്കമാകുന്ന രൂപത്തിലാണ് ഇന്ന് പാലക്കാട് ജില്ലയിലെ ചില CPI നേതാക്കന്മാരുടെ വാക്കും പ്രവൃത്തിയും അവരുടെ ശരീരഭാഷയുമെല്ലാം. അപ്പോൾ തീർച്ചയായും ഈ കാലഘട്ടത്തിൽ അതൊന്നും തന്നെ പൊറുക്കാൻ പറ്റുന്നതോ സഹിക്കാൻ പറ്റുന്നതുമായ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിലായാലും ഇന്ത്യയിലായാലും നിലവിലുള്ളത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒരുമയോടുകൂടി കാണാനും അവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ട അനിതര സാധാരണമായ സന്ദർഭം നിലനിൽക്കുമ്പോൾ ഉള്ള ആളുകളെ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും സംവിധാനത്തിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ്റെ മഹിമയായോ വ്യക്തിത്വമായോ കാണാൻ സാധ്യമല്ല. അപ്പോൾ തീർച്ചയായും ഈ നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ, CPI എന്ന് പറയുന്ന പാർട്ടിയുടെ തെളിമയും എളിമയും ഒരു കാലത്തും കെട്ടുപോയിക്കൂടാ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ,
അവരെല്ലാം തന്നെ ഈ സെമിനാറിൻ്റെ ഭാഗമാവുകയാണ്. അങ്ങനെ വലിയൊരു ജനം ഈ സെമിനാറിൻ്റെ ഭാഗമായി മണ്ണാർക്കാട് എത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു സെമിനാറിലേക്ക് തീർച്ചയായും ഈ നാടിനെ സ്നേഹിക്കുന്നവരുടെ, ജനാധിപത്യ വിശ്വാസികളുടെ നിറമനസ്സോടു കൂടിയുള്ള സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് ജനതയുടെ മുമ്പാകെ ഞങ്ങൾക്ക് വെക്കാനുള്ളത്. 2024 ജൂലൈ മാസം 14-ാം തീയതി 2:30 മണിക്കാണ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് സമീപമുള്ള പ്രദേശത്ത് വെച്ച് ഈ സെമിനാർ ചേരുന്നത്. ജില്ലയിലെ മുഴുവൻ താലൂക്കുകളിൽ നിന്നും ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആളുകൾ എത്തിപ്പെടാനുള്ള വാഹനങ്ങളൊക്കെ ബുക്ക് ചെയ്തു കഴിഞ്ഞു. വലിയ ആവേശത്തോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് ഞങ്ങൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സെമിനാർ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും അതിൻ്റെ ഭാഗമാകാൻ ഓരോരുത്തരും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. എല്ലാ വിശ്വാസികളെയും ഞങ്ങൾ, ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ആ സെമിനാറിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്.